വലിയ ഡോക്ടറൊക്കെ അല്ലേ? അപ്പൊ ഇതുപോലെ ഇംഗ്ലീഷിൽ മതി കല്യാണ ലെറ്റർ. മിസ്റ്റർ ആൻഡ് മിസ്സസ് ഗംഗാധരൻ ആൻഡ് രാഗിണി. അതെങ്ങനെയാ ശരിയാവുന്നേ? ഇവിടെ എനിക്കല്ലേ മുൻഗണന കൊടുക്കണ്ടേ? ആ പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. മിസ്സസ് ആൻഡ് മിസ്റ്റർ രാഗിണി ആൻഡ് ഗംഗാധരൻ. ആ അത് മതി. ആ മോളെ, കല്യാണ ലെറ്റർ ശരിയാക്കുവാ ഇവള്. ഒന്ന് സഹായിച്ചേ. Mrs. and Mr. Ragini and Gangadharan. Request the pleasure of your presence to witness. മതി. കല്യാണ ലെറ്ററിനെ പറ്റി ദിലീപിനോട് എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? അതെന്തിനാ ഇപ്പൊ ചോദിക്കുന്നത്? ജനുവരി 21 കല്യാണം അല്ലയോ? എങ്കിലും ഇതൊക്കെ പയ്യനോട് ചോദിക്കാ ചെയ്യുന്നത് ശരിയാണോ? കല്യാണം വന്നിങ്ങ് തലേ കയറി. ഇനിയിപ്പോ വിളിക്കാൻ പോലും സമയമില്ല. ജനുവരിയിൽ കല്യാണം നടത്തണമെന്ന് നമ്മള് പറഞ്ഞു. എടുപിടിന്ന് കല്യാണം വേണ്ടെന്ന് ദിലീപിന് തോന്നിയാലോ? എടാ, ആ തോന്നല് മാറ്റാനല്ലേ മോൾ ഇവിടെ ഇരിക്കുന്നേ. മോള് മോളുടെ അമ്മയോടും ആങ്ങളയോടും ഇക്കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടാവല്ലോ അല്ലേ മോളെ? പറഞ്ഞു. പക്ഷെ ദിലീപേട്ടൻ വ്യക്തമായൊരു തീരുമാനം പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മോളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മോളുടെ അമ്മ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാ. മോളുടെ അമ്മ വേണ്ട രീതിയില് മോനോടൊന്ന് പറഞ്ഞ പിന്നെ ദിലീപ് മാറ്റാനൊന്നും പോകുന്നില്ല. ഒന്നുമില്ലെങ്കിലും കഷ്ടപ്പെട്ട് അവനൊരു ഡോക്ടർ ആക്കിയത് നിന്റെ അമ്മയല്ലേ മോളെ? അതിന്റെ ഒരു നന്ദി എന്തായാലും ദിലീപ് മോൻ കാണിക്കാതിരിക്കില്ല. ആ ദിലീപേട്ടനെ കണ്ടാൽ അറിയാം നന്ദിയുള്ള കൂട്ടത്തിലാണെന്ന്. പിന്നെ അല്ലാതെ. നിനക്കെന്താടാ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല അമ്മേ. ഇന്നത്തെ കാലത്തെ പയ്യന്മാരുടെ കാര്യമാണ്. അവർക്ക് ചില പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. ആയിക്കോട്ടെ, ദിലീപിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് അവൻ ഉയർന്നോട്ടെ. ആ ഉയർച്ചയിൽ പങ്കാളിയാവാൻ എന്റെ മോള് കൂടി ഉണ്ടാവും. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ദിലീപേട്ടന് കുഴപ്പമൊന്നുമില്ല, അതെനിക്കറിയാം. പിന്നെ ആർക്കാ കുഴപ്പം? നിനക്ക്. അല്ലെങ്കിൽ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കൂ? എടാ, നീ ആ മുമ്പിൽ നിന്ന് ഈ കല്യാണം നടത്തേണ്ടത്. അപ്പോഴേ നീ വേണം ദീപയുടെ വീട്ടിൽ പോയി എല്ലാ കാര്യങ്ങളും ഒന്ന് സംസാരിച്ച് തീർപ്പാക്കാൻ. നിശ്ചയം പോലും വേണ്ടാന്ന് വെച്ചതേ മോളുടെ സമയദോഷം കൊണ്ടാ. മകരമാസം കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ മോക്ക് 1.5 വർഷം കഴിഞ്ഞേ കല്യാണം നടക്കൂ. ചിലപ്പോ നടന്നില്ലാന്നും ഇരിക്കും. അങ്ങനെയുള്ളപ്പോ പെട്ടെന്ന് നല്ലൊരു ബന്ധം ഒത്തുവന്നാ അത് നടത്തണ്ടേ? അമ്മയെ കല്യാണം നടത്താൻ വേണ്ടിയാണ് ഇയാളെ വിളിച്ചോണ്ട് വന്നതെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇപ്പൊ ഇയാളുടെ ആങ്ങളെ ഡോക്ടർ അല്ലായിരുന്നെങ്കിൽ അമ്മ ഇയാളെ കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു. വെറുതെ തർക്കിക്കാൻ വേണ്ടി ഓരോന്ന് പറയലേ ജയ. ഇവളുടെ ആങ്ങളെ ഒരു ഡോക്ടർ ആയതുകൊണ്ട് നീ ആഗ്രഹിച്ച ഇവളെ ഇപ്പൊ നിന്റെ അരികിൽ കൊണ്ടുവരാൻ പറ്റിയില്ലേ? ഞാൻ ഇവളെ സ്നേഹിക്കുന്നില്ലേ? മുത്തശ്ശി ഞാനിപ്പോ വന്നതേ ഉള്ളൂ. എന്നാ കഴിക്കും മുത്തശ്ശി, ഇരിക്കി. വേണ്ട, ഞാൻ നിന്റെ അമ്മയോടും അനിയത്തിയോടും ഒക്കെ സംസാരിച്ചിട്ടാ വരുന്നത്. കാര്യങ്ങളൊക്കെ അപ്പപ്പ തന്നെ ഞാൻ അറിയുന്നുണ്ട്. നീ ഇപ്പോ നിന്റെ അച്ഛനുമായിട്ടാ കൂടുതൽ അടുപ്പമൊന്നും അറിയാം. അത് നന്ദികേടാണെന്നേ ഞാൻ പറയും. ഞങ്ങളുടെ മോനായിട്ട് പോലും ഞങ്ങൾ ഏതാണ്ട് അവനെ തള്ളിക്കളഞ്ഞ പോലെ. വീട്ടിൽ വന്ന ഞാനിപ്പം ഭക്ഷണം പോലും കൊടുക്കാറില്ല. അതുകൊണ്ട് അവൻ വരാറുമില്ല. കാരണം ഒരമ്മയും 2 പെൺമക്കളെയും അതുപോലെ അവഗണിച്ചവനാ അവൻ. ഭാഗ്യത്തെ കോടതിയിൽ കയറ്റിയവനാ. എന്നിട്ട് അതിന് 10 ലക്ഷം പ്രതിഫലവും വാങ്ങിച്ചു. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. പിന്നെന്തിനാ മുത്തശ്ശി ഇതൊക്കെ പറയുന്നേ? പറയാതിരിക്കാൻ തോന്നിയില്ല. കാരണം നിന്റെ അമ്മയെ നിന്റെ അച്ഛൻ കല്യാണം കഴിച്ച ശേഷം നിന്റെ അമ്മയുടെ കഷ്ടപ്പാട് നേരിട്ട് കണ്ടവരാ ഞങ്ങള്. നീ ഹോസ്റ്റലിലായിരുന്നപ്പോഴേ മാസം മാസം പണം വേണോന്ന് പറഞ്ഞ് വിളിച്ചിരുന്നത് അച്ഛനെ അല്ല, അമ്മയെയാ. ആ സമയത്ത് നിനക്ക് വേണ്ടതൊക്കെ കൃത്യസമയത്ത് ഭാഗ്യം എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോ എന്ത് വേണമെന്നാ പറയുന്നേ? എന്തെങ്കിലും വേണോന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വീട്ടിലെ മൂത്ത ആൺകുട്ടി എന്ന നിലയില് നിനക്ക് ചില ഉത്തരവാദിത്വങ്ങളൊക്കെ ഉണ്ട്. നീ ഇനി വലിയൊരു ഡോക്ടറാ. ആ സമയത്ത് അമ്മയ്ക്കും പെങ്ങന്മാർക്കും വേണ്ടി ചെറിയ ത്യാഗങ്ങളൊക്കെ നിനക്ക് ചെയ്യാം. അത് ശരി. എന്താണ് ത്യാഗമെന്ന് ഉദ്ദേശിച്ചത്? ഞാനൊരു ജയിൽ പുള്ളിയുടെ മോളെ കെട്ടണോ? ഒരു അഹങ്കാരി പെണ്ണിനെ ഭാര്യയാക്കണോ? കല്യാണശേഷം ചിലപ്പോ ആ കൊച്ചിന്റെ സ്വഭാവം നന്നായാലോ? നിന്റെ അളിയൻ എത്ര നല്ല സ്വഭാവാ. അമ്മ വളർത്തി ആ കൊച്ചിനെ നശിപ്പിച്ചതാ. ഇവിടെ വന്നതിന് ശേഷം ചിലപ്പോ സ്വഭാവം മാറിയെന്നും വരും. എന്തിനമ്മേ മോനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്?
ആ പെൺകുട്ടി ഒരിക്കലും ഈ വീടിന് ചേർന്ന കുട്ടിയല്ല. മുത്തശ്ശിയെ പറഞ്ഞ് തിരുത്തിയിട്ട് എന്റെ മുന്നിൽ അമ്മ അഭിനയിക്കണ്ട. എന്തു പറഞ്ഞു തിരുത്തിയെന്നാ നീ പറയുന്നേ? ഞങ്ങളുടെ സംസാരം നീ അകത്തിരുന്ന് കേട്ടില്ലേ? ഒരിക്കലും ഭാഗ്യവും ദീയും നീ ആ കൊച്ചിനെ കെട്ടണമെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ലെങ്കിൽ പിന്നെ അവളോടും അവളുടെ അമ്മയോടും പറഞ്ഞൂടെ ഈ ബന്ധത്തിന് എനിക്ക് താല്പര്യമില്ലാന്ന്? അങ്ങനെ എടുത്തടിച്ച പോലെ പറഞ്ഞാലേ ദീപിയെ ചിലപ്പോ അവര് കൊന്നൊരു മൂലക്കിരുത്തും. ഇത് പറയുന്നതിന് മുമ്പ് ജയലാല് ദീപി ഇവിടെ കൊണ്ടുവിടട്ടെ. അതിനുശേഷം ജയലാല് തന്നെ പറയട്ടെ. ഒരു കാര്യം ഞാൻ അമ്മയോട് മുത്തശ്ശിയോടൊക്കെ പറയാം. എന്റെ കഴുത്തറുത്താലും ശരി, അവളെ ഞാൻ കല്യാണം കഴിക്കില്ല. അതിനുവേണ്ടി ഇവിടെ ആരും നിന്നെ നിർബന്ധിക്കാനും പോകുന്നില്ല. പിന്നെ നിർബന്ധിക്കാനായിട്ട് വന്നതോ? ഞാൻ എന്റെ നിന്റെ മുത്തശ്ശന്റെയും അഭിപ്രായമാ പറഞ്ഞത്. കുടുംബത്തുള്ള ആൺകുട്ടികളാ പെങ്ങന്മാർക്ക് വേണ്ടി ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നത്. ആ എന്നാ കേട്ടോ, അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഒരു വിവാഹം എന്നൊക്കെ പറയുമ്പോ അത് 1-2 ദിവസം കൊണ്ട് പൊട്ടിപ്പോകുന്ന ബന്ധമൊന്നുമല്ല. ജീവിതകാലം മുഴുവൻ ഭാര്യ എന്ന് പറയുന്നവള് കൂടെ കാണും. ഇന്നത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞ പിന്നെ അത്ര പെട്ടെന്നൊന്നും ഒരു പെൺകുട്ടിയെ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. ആ അതല്ലേ ആദ്യം പഠിക്കേണ്ടത്. വാ, ആ ഇത് തേങ്ങ, ഇങ്ങോട്ട് വാ. ഇതെടുക്ക്. ആ തിരിഞ്ഞ ഇങ്ങനെ ഇങ്ങനെ. ആ മോളെ, മോളെന്തായി ചെയ്യുന്നത്? തേങ്ങ ചിരവാൻ പഠിക്ക. ദിലീപേട്ടന് ഇഷ്ടമുള്ള കറികളൊക്കെ ഞാൻ ദീപേടത്തിയോട് ചോദിച്ച് മനസ്സിലാക്കി. ഇനി കുറച്ചു ദിവസം അച്ഛനെ ഗുരുവായിട്ട് സ്വീകരിച്ചിരിക്കുക. ദാ, ഗുരുദക്ഷിണ തന്നിട്ടില്ല. എല്ലാം കഴിയുമ്പോ ഞാൻ വെച്ചു തരും. ഏ? ഒരു കെട്ട് പണം കയ്യിലോട്ട് വെച്ചു തരുമെന്ന് ഗുരുദക്ഷിണയായിട്ട്. ആ ഓ മര്യാദക്ക് കൊച്ചിനെ എന്താന്ന് വെച്ചാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ നോക്ക്. ഓ ശരി. മോളെ, തേങ്ങ ചിരകുമ്പോ സൂക്ഷിക്കണേ, കയ്യൊന്നും മുറിയല്ലേ. ആദ്യമൊക്കെ ഇത്തിരൊക്കെ മുറിയും. ഓരോ എല്ലാം അങ്ങനെയല്ലേ പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ല ഒറ്റയടിക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ? ഇല്ല. മോളെ, എല്ലാം കണ്ടും കേട്ടും പഠിച്ചോണം. ഇനിയിപ്പൊ അടുക്കള പണി അറിയില്ലാന്നൊരു പരാതി മോളുടെ ഡോക്ടർ ഭർത്താവ് പറയരുത്. കല്യാണം ഉറപ്പിച്ച മട്ടിലാണല്ലോ രണ്ടാളും സംസാരിക്കുന്നത്. ഇനി എന്തോന്ന് ഉറപ്പിക്കാനാ? ജോത്സര് നേരെ കുറിപ്പടി വരെ തന്നു കഴിഞ്ഞു. ഇനി കാര്യങ്ങളൊക്കെ ഏടുപിടിയും അങ്ങ് നടത്തണം. ഓ ആ എല്ലാം കേട്ടോണ്ട് നിക്കുവായിരുന്നോ? ഏ മോള് പറഞ്ഞതനുസരിച്ച് ദിലീപിന് ഇഷ്ടമുള്ളതൊക്കെ അച്ഛനടുത്തുനിന്ന് മോള് പഠിക്കുക. ആ നീ ഇനി അടുക്കളയിലോട്ടൊന്നും കേറണ്ട. എല്ലാം കണ്ടറിഞ്ഞിവരൊക്കെ ചെയ്തോളും. ആ അതുപോലെ തന്നെ ദിലീപ് മോൻ വിളിക്കുമ്പോ നീ പറയണം കറികളൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്ന. ദിലീപിന് ഇഷ്ടപ്പെട്ടതൊക്കെ. ആ ഒരാഴ്ച കൊണ്ട് മോള് നല്ലൊരു പാചകക്കാരിയാവും. കാരണം അതിൽ ഉസ്താദായ ഒരാളിനൊപ്പമാ ഇപ്പൊ അടുക്കളയിലേക്ക് കേറിയിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് 4-5 ദിവസമേ ഇവിടെ അടുക്കളയെ കയറൂ. അത് കഴിഞ്ഞാല് ഡോക്ടർമാര് രോഗികളെ കീറി മുറിക്കുന്ന പോലെ ഇവിടെ പച്ചക്കറിയും കീറി മുറിക്കേണ്ടി വരും. ആ അപ്പോഴേ ദിലീപ് വന്നു കഴിഞ്ഞാ ഒന്ന് വിളിച്ചിട്ട് മോൾക്ക് കൊടുക്കണേ. അവര് തമ്മിലൊന്ന് അടുക്കട്ടെ എന്ന്. പിന്നെ കല്യാണക്കുറിയൊക്കെ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ അമ്മയോട് വിളിച്ച് കല്യാണത്തിന് തയ്യാറായിക്കൊള്ളാൻ പറ കേട്ടോ. അമ്മയൊരു നിലവിളക്ക് കൊളുത്തിക്കേ. എന്നിട്ട് ഇവളെ അങ്ങോട്ട് കൈപിടിച്ച് കയറ്റിക്കേ. നീ എന്തൊക്കെയാ മോനി പറയുന്നേ? ആ എന്തായാലും ചാരു വന്നത് നന്നായി. ഇന്ന് ഞങ്ങളുടെ വിവാഹമായിരുന്നു. രജിസ്റ്റർ മാരേജാ. അച്ഛനായിരുന്നു സാക്ഷി. മോളെ, മോളെ ചാരു, അവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നിന്നെ കാണാൻ അവള് വന്നത്. അതിനു മുൻപ്
നീ ഇങ്ങനൊരു സാഹസം കാണിച്ചത് ആർക്കും അറിയില്ലല്ലോ. ആർഭാടമായിട്ടൊരു കല്യാണം വേണമെന്നായിരുന്നു എന്റെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ആഗ്രഹം. പിന്നെ 2-3 ദിവസമായിട്ട് എന്നെ ദിലീപ് വല്ലാതെ പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അവസാനം എനിക്ക് സമ്മതിക്കേണ്ടി വന്നപ്പോ, എന്നാലും അതിനു മുമ്പ് ഞങ്ങളോടൊരു വാക്ക് പറയായിരുന്നു. ആ പറഞ്ഞ നീ അമ്മയെ സമ്മതിക്കോ? ആ പോയവർക്ക് വേണ്ടി നിങ്ങളെല്ലാം വാദിച്ചോണ്ടിരിക്കുകയല്ലേ? ഞങ്ങൾ എപ്പോഴാടാ അതിനുവേണ്ടി ബാധിച്ചത്? അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവളെയും കൂട്ടിക്കൊണ്ട് വരുമ്പോ രാവിലെ തന്നെ അവൾ ഇവിടെ പ്രസന്റ് ആവില്ലല്ലോ. ഞങ്ങളെ വിളിച്ചിട്ടില്ല, ചാരു വന്നതാ. ഇനി കൂടുതൽ സംസാരമൊന്നും വേണ്ട. അമ്മയ്ക്ക് നിലവിളക്ക് കൊളുത്തി ഇവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൂട്ടിക്കൊണ്ടുപോ, അല്ലെങ്കിൽ ഞങ്ങളങ്ങ് തിരിച്ചു പോയിക്കോളാം. ഞാൻ ദേ വരുന്നു. നേരത്തെ പോയതാ ഞാൻ പറഞ്ഞ കക്ഷി. മനസ്സിലായി. ഇനിയിപ്പൊ ഇതിന്റെ പേരില് ദീപേച്ചിക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അവക്ക് എന്ത് സംഭവിക്കാനാ? എല്ലാം അറിഞ്ഞിട്ടാ ഒരുത്തൻ കല്യാണം കഴിച്ചോണ്ട് പോയത്. എന്നിട്ട് അയാൾ ഒരുമാതിരി പൊട്ടം കളിക്കുന്നതാ. ഇതൊന്നും എന്റെ വീട്ടിൽ നടപ്പുള്ള കാര്യമല്ല. പിന്നെ എന്റെ മക്കളുടെ ഇഷ്ടങ്ങൾക്കൊന്നും എതിര് നിൽക്കുന്ന ഒരു അമ്മയല്ല ഞാൻ. അതുകൊണ്ട് ഇനിയിപ്പോ ഞാനൊന്നും പറയുന്നില്ല. എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാ എടുത്തിട്ട് ഇറങ്ങിക്കോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലിക്കൊല്ലും. എന്തായാലും ഇവനോടൊപ്പം ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടി. ദീപ എന്ത് തെറ്റ് ചെയ്തിട്ടാ അമ്മേ ദീപയോട് പോവാൻ പറയുന്നേ? ഇനി നിനക്കത് മനസ്സിലായില്ലടാ, ഇവൾ എന്ത് തെറ്റാ ചെയ്തതെന്ന് നിനക്കൊന്നും മനസ്സിലായില്ല. എടുക്കാനുള്ളത് എടുക്കടി. കൊണ്ടുവിടരുത് നീ. ഇവൾ ഒറ്റയ്ക്ക് പോട്ടെ. വീട്ടിലേക്ക് പോവാൻ പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും പുഴയിൽ ചാടട്ടെ. ഇവള് പോയ ശേഷം നീ ഇവളെ കാണാനോ മറ്റോ ശ്രമിച്ച അങ്ങനെ ഒരുത്തിയുടെ ഈ വീട്ടിലെ സുഖവാസം അവസാനിക്കാൻ പോവാ. അയ്യോ ഞാനൊന്നും പറയത്തില്ല. എപ്പോഴാ ബുള്ളറ്റ് വരുന്നെന്ന് പറയാൻ പറ്റത്തില്ല. അയാളുടെ ഒരു ബുള്ളറ്റ്. അവൻ ഇവിടെ വന്നാലുണ്ടല്ലോ അമ്മ ചിരവെടുത്തവന്റെ തലക്കടിക്കും. ദേ, ഇന്ന് മുതലേ ഒരാൾക്കുള്ള അരി കുറച്ചിട്ടാ മതി. ഇവിടെ ഒരംഗം കുറയാൻ പോവാ. അച്ഛന് വലിയ വിഷമമായി. വിഷമിക്കുന്നവർക്കെല്ലാം ഇവിടുന്ന് പുറത്തു പോവാം. അളിയൻ ദീപെ വിട്ടുകളയോ? ഹേ എനിക്ക് തോന്നുന്നില്ല. ശരിയാമ്മേ, അവള് പോയാലും എപ്പോഴെങ്കിലും ഒക്കെ അവളെ കാണാൻ പോവും. അങ്ങനെ പോകുന്ന എനിക്കൊന്ന് കാണണമല്ലോ. ആ, മോള് വിഷമിക്കണ്ട. ഈ വാശിക്ക് അമ്മ ഒരു ഡോക്ടറെ കൊണ്ട് തന്നെ മോളെ കെട്ടിക്കും. പുറത്തുനിന്ന് ഒരാൾ കെട്ടുവാണെങ്കിൽ സ്ത്രീധനം ഇമ്മിണിയൊന്നും കൊടുത്താ പോരാ. ചെന്നിർത്തടാ. വിളിച്ചോണ്ട് പോയിക്കോണോ ഇവിടെ. എല്ലാത്തിനും കൂടി ചെലവിന് തരാനൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് എന്റെ മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം. അതിനമ്മ ഞങ്ങളോട് എന്തിനാ ചൂടാവുന്നത്? ചൂടാവാതെ പിന്നെ എന്താ
ഈ അടുക്കളക്കകത്ത് കയറി അങ്ങ് കുത്തിയിരുന്നത്. ഹ്, ഇവിടെ ഒരു യുദ്ധം നടന്ന ശേഷം നിങ്ങൾ ഇങ്ങനെ അങ്ങ് ഇരിക്കാൻ തുടങ്ങിയതാണല്ലോ. പൊയ്ക്കൂടായിരുന്നോ അവർക്കൊപ്പം? ഞാനിവിടെ ഇല്ലാതിരുന്ന സമയത്തെ അവളെ ലാളിച്ചിരുന്നത് നിങ്ങൾ ഒറ്റ ഒരുത്തനാ. അവളെ തലയിലെടുത്ത് വെച്ചോണ്ട് നടന്നത് നിങ്ങളാ. അവളുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എല്ലാം അറിയായിരുന്നു അല്ലേ? ജയലാലു എന്നോടൊന്നും പറഞ്ഞില്ല, കാരണം അവൻ അവളിൽ അങ്ങ് വീണുപോയി. എങ്കിലും എല്ലാം അറിയാവുന്ന നിങ്ങൾ പോലും എന്നോട് എന്താ ഒന്നും പറയാതിരുന്നത്? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? നിങ്ങളുടെ നാവ് പറഞ്ഞുപോയോ? എനിക്കിനി താ മറുപടി ഒന്നും പറയണ്ട. എന്നെ ചതിച്ചവരാരും ഇനി ഇവിടെ വേണോന്നില്ല. അടുക്കള പണിക്ക് ഇവിടെ സ്ഥിരമായിട്ട് ഒരാളില്ലാത്തതുകൊണ്ടാ തന്നെ ഇവിടെ നിർത്തിയത്. അല്ലെങ്കിൽ തന്നെ ഛി, ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോകുമ്പോ താൻ എന്നെ കുറ്റപ്പെടുത്തുകയും തള്ളി പറയുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ മോളെ കരയിച്ചത് ആരായാലും അതെനിക്ക് ജന്മം മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദീപയെന്ന് പറയുന്നവളെ നല്ലതെന്ന് പറയുന്ന ആരും ഇനി ഇവിടെ വേണ്ടെന്നാ പറഞ്ഞത്. ഇനി ഇവിടെ നിങ്ങൾ കടിച്ചു തൂങ്ങുകയാണെങ്കിൽ ഇപ്പോഴത്തെക്കാളും ദയനീയമായിരിക്കും നിങ്ങളുടെ അവസ്ഥ. ഇനി ഈ വീട്ടിൽ നിങ്ങളുടെ സ്ഥാനം ഇവിടെയാ, ഈ അടുക്കളയില്. ഇവിടെ പായ വിരിച്ച് കിടന്നോളാം. അവളെ പിന്തുണച്ചതിന് ഞാൻ തരുന്ന ശിക്ഷ അത്. ആ അതുപോലെ ഇനി മേലില് എന്റെ രണ്ടാമക്കളെയും താൻ കാണാൻ പാടില്ല. അവരെ കണ്ടെന്ന് ഞാൻ അറിഞ്ഞ നിങ്ങളുടെ കഴുത്ത് ഞാൻ കണ്ടിക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട. എപ്പോഴായാലും ഇതൊക്കെ നടക്കണം. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ ദീപമോൾ ഇവിടെ വന്ന് നിൽക്കേണ്ടി വന്നില്ലല്ലോ. എല്ലാരും എന്തെങ്ങനെ മാറിയിരിക്കുന്നേ? ഞാനോട് എന്താ ആരും ഒന്നും മിണ്ടാത്തെ? ഞങ്ങൾ എന്ത് മിണ്ടാന മോനെ? നീ കുറച്ച് എടുത്തുചാട്ടാ കാണിച്ചത്. നിനക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയായിട്ട് അടുപ്പമുണ്ടായിരുന്നെങ്കിൽ അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. 4 ആളെ അറിയിച്ചുകൊണ്ട് കല്യാണം നടത്തായിരുന്നു. അങ്ങനെ കല്യാണം നടക്കില്ലെന്ന് തോന്നി, അതുകൊണ്ടാ വിളിച്ചോണ്ട് വന്നത്. എന്നാ പിന്നെ വിളിച്ചോണ്ട് വന്നപ്പോ ഇങ്ങോട്ട് വരണ്ടായിരുന്നല്ലോ. അച്ഛന്റെ അടുത്തോട്ട് പോയാ പോരായിരുന്നോ? അച്ഛനല്ലേ എല്ലാത്തിനും സാക്ഷി. ആ, അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഇല്ലാതില്ല. അത് മാത്രമല്ല, ഇവിടെ സൗകര്യങ്ങളും കുറവല്ലേ. വീടിന് സൗകര്യം ഉണ്ടായിട്ട് കാര്യമുണ്ടോ മോനെ? വീടിനകത്തുള്ളവരുടെ മനസ്സല്ലേ നന്നാവേണ്ടത്. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ഏട്ടൻ ഇനിയൊന്നും പറയണ്ട. ഇയാൾക്ക് ഇയാളുടെ സ്വന്തം ഇഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ അച്ഛനെ കവച്ചു വെക്കുന്നുണ്ടെന്നാ എനിക്കിപ്പോ സംശയം. ഞാൻ വർഷങ്ങളായിട്ട് സ്നേഹിച്ച പെൺകുട്ടിയാ നയന. അവളെ വിട്ടിട്ട് എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അതിനാരും കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ. നീ അതിന് ഇങ്ങനൊരു വഴിയല്ല തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത്, അത്രേ പറഞ്ഞുള്ളൂ. അതിനും അച്ഛനും അമ്മയൊക്കെ ഇല്ലേ, അവർക്ക് വിഷമായിട്ടുണ്ടാവില്ലേ? അവളുടെ അച്ഛനും അമ്മയൊക്കെ വന്നായിരുന്നു രജിസ്റ്റർ മാരേജിന്റെ ടൈമില്. അവർക്ക് ഒരു വിഷമവും ഇല്ല. അപ്പോ അമ്മയും ഞങ്ങളൊക്കെ അകന്ന് നിൽക്കേണ്ടതല്ലേ? ദിയെ, ഒരു പുതുപ്പെണ്ണ് അകത്തിരിപ്പുണ്ട്. അവള് കേക്ക് ഇങ്ങനൊന്നും സംസാരിക്കരുത്. ഓ, ഇനിയിപ്പോ വീട്ടിനകത്തൊരു പുതുപ്പെണ്ണുണ്ടെന്ന് കരുതി ഞങ്ങളൊക്കെ വായ മൂടിക്കെട്ടി നടക്കാം. അങ്ങനെ നടക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. പക്ഷേ സംസാരത്തിൽ കുറച്ച് മാന്യത വേണം. ഏതായാലും ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് മൂത്ത മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ. അളിയൻ കുറച്ച് തന്റെ ഇടം കാണിച്ചില്ലേ? ഏട്ടന്റെ അളിയനെ നിങ്ങളുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങേർക്ക് നട്ടലുള്ളത് കൊണ്ടാ ദീപേച്ചയെ പെണ്ണ് കണ്ട ശേഷം വിവാഹം കഴിച്ച് കൂടെ താമസിപ്പിച്ചത്. അതേപ്പറ്റി നീ കൂടുതലൊന്നും പറയണ്ട. അളിയന്റെ അമ്മയെ പോലൊരു സ്ത്രീ ആ വീട്ടിലുള്ളപ്പോ അങ്ങേർക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് ദീപയുടെ കുറ്റങ്ങളും കുറവും ഒക്കെ അറിഞ്ഞിട്ടും അവളെ കൂട്ടിക്കൊണ്ട് പോയത്. അതൊക്കെ എന്തിനിപ്പോ സംസാരിക്കുന്നത്? ഇവള് പറഞ്ഞതിന്റെ മറുപടി പറഞ്ഞതേ ഉള്ളൂ. അമ്മ അവക്ക് വേണ്ടി കുറച്ച് നല്ല ഭക്ഷണമെങ്കിലും ഉണ്ടാക്കണേ. ഇനി അമ്മയുടെ ദേഷ്യം ആഹാരത്തോട് കാണിക്കല്ലേ. ജേട്ടൻ അവൾക്കൊപ്പം പോയപ്പോ അമ്മ ഇങ്ങനെ നിസ്സംഗതയോടെ നിൽക്കുന്ന കരുതിയില്ല. അമ്മ എന്താ ഒന്നും പറയാത്തെ? ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും? ഒരു കാര്യം ചെയ്യാം. മോക്ക് അവനെ ഇഷ്ടമാണോ? ആരെ? ആ കാർത്തി എന്ന് പറയുന്നവനെ. അവനൊരു ജയിൽ പുള്ളിയല്ലേ അമ്മേ? എങ്കിലും കോടികളുണ്ട് അവന്. എന്നു മാത്രമല്ല, അവൻ ഭാഗ്യത്തിന്റെ കുടുംബത്തിന്റെ ശത്രുവാ. മോളെ, അമ്മയും ജയിലിൽ കിടന്ന കൂട്ടത്തിലാ. ജയിൽ പുള്ളി എന്ന പേരും കിട്ടിയിട്ടുണ്ട്. മോളിപ്പോ പറഞ്ഞല്ലോ അവനും ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന്. അതുപോലെ ഒരു ജയിൽ പുള്ളിയുടെ മോളാ നീയും. ആണുങ്ങളെ ജയിലിൽ കിടക്കുന്നതിനേക്കാളും അപമാനോ പെണ്ണുങ്ങളെ ജയിലിൽ കിടക്കുന്നത്. അങ്ങനെയുള്ളൊരു അമ്മയുടെ മോൾക്ക്
നല്ലൊരു ബന്ധമൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോ നിന്നെ തേടി വന്നവനെ നീ കല്യാണം കഴിക്കുക വേണ്ടത്. അച്ഛനും ഈ സമയത്ത് പോയല്ലോ അമ്മേ. പോട്ടെ, എല്ലാവരും പോട്ടെ. വിവാഹം കഴിക്കുന്നത് വരെ ആൺമക്കള് കൂടെ ഉണ്ടെന്ന് കരുതാൻ പറ്റൂ. അത് കഴിഞ്ഞ പിന്നെ അവന്മാരുടെ പാട്ടിന് പോകും. അതാ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അമ്മ കണ്ടത് വലിയ വലിയ സ്വപ്നങ്ങളാ. അതുകൊണ്ടാ ഒരു ഡോക്ടറെ മരുമകനായിട്ട് വേണമെന്ന് അമ്മ ആഗ്രഹിച്ചു പോയത്. എന്നാലേ നിന്റെ ആങ്ങള തന്നെ ആയിരിക്കും അതിന് തടയിട്ടത്. കാരണം മോളുടെ സ്വഭാവം അരച്ച് കലക്കി കുടിച്ചവനാ ജയൻ. അവൻ ചിലപ്പോ പറഞ്ഞു കാണും നിന്നെ വിവാഹം കഴിക്കാൻ പാടില്ലാന്ന്. അതിലുപരി അവള് പറഞ്ഞു കാണും പാവത്തെ പോലെ ഇവിടെ നിന്നവള്. മൂത്തവളുടെ തലമണ്ട അടിച്ചു പൊട്ടിച്ച അമ്മയ്ക്ക് ഇവളുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് അവളെ കൊന്നുടായിരുന്നു. ആ, അങ്ങനെ കൊന്നാലേ പിന്നെ അവന്റെ ഒരു സഹായം ഉണ്ടാവില്ല. അതിനുശേഷം അമ്മയ്ക്ക് ജയിലിലും പോവേണ്ടി വരും. അങ്ങനെ അമ്മ കൂടെ ജയിലിൽ പോയാ മോളുടെ ഗതി എന്താവും? ഞാനിപ്പോ എന്ത് വേണമെന്ന് ആലോചിക്കുന്ന. ഒന്നും ആലോചിക്കാനില്ല. നമ്മളെ ഇഷ്ടപ്പെടാത്തവരെ നമുക്കും വേണ്ട. എന്നാ നമ്മളെ വേണമെന്നും പറഞ്ഞ് പിന്നാലെ നടന്നവരെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല മോളെ. അവനെ കാണാൻ കാഴ്ചയ്ക്കൊക്കെ കൊള്ളാം. ഈ പറയുന്ന ഡോക്ടറെക്കാളും നല്ലതാ. അവനാണത്തുള്ളവനാ. അവിടെ നമുക്കൊരു ശത്രുവുണ്ട്, ദീപ. ഹ. അവളുടെ ജീവിതം തകർക്കുന്നതിനൊപ്പം തന്നെ ഭാഗ്യലക്ഷ്മിയും കുടുംബത്തെയും തകർക്കാൻ ഈ ബന്ധം എന്തുകൊണ്ടും നല്ലതാ. ഭാഗ്യലക്ഷ്മിയുടെ മോൻ അവളേക്കാൾ കൂടുതൽ അനുസരിക്കുന്നത് വിജയകുമാറിനെ. അവന്റെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഏതായാലും അവനും അവന്റെ ഭാര്യയും ഭാഗ്യത്തിന്റെ വീടുമായി ഒത്തുപോകാൻ പോണില്ല. അവിടെ കൂട്ടാടി നടക്കും. എന്നു മാത്രമല്ല, വിജയകുമാറിനൊപ്പം നിന്നുകൊണ്ട് ആ പെൺകുട്ടിയെ നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യണം. എന്റെ പരിചയത്തിൽ 1-2 ഹോസ്പിറ്റലുകളുണ്ട്. അവിടെ ആ പയ്യനൊരു ജോലി തരപ്പെടുത്തി കൊടുത്ത അവൻ നമ്മുടെ ഭാഗത്തേക്ക് വളയുമെന്ന് ഉറപ്പാ. സമ്പത്തിനെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലെ ആ പയ്യൻ. അതിന്റെ കൂടെ ചാരുലത നിന്റെ ഭാര്യയായി വന്ന അതിന്റെ കൂടെ ഈ പറയുന്ന ഡോക്ടറെയും ഭാര്യയെയും ചാരുവിനെയും വിജയകുമാറിനെയൊക്കെ വച്ച് നമുക്കൊരു കളി കളിക്കടാ മോനെ. അപ്പോ കൈ കൊടുക്കട്ടെ? എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പ്രത്യേകിച്ചൊരു ജയിൽ പുള്ളിയുടെ മോളെ. പിന്നെ നിനക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എതിർക്കുന്നില്ല. നീ എന്താന്ന് വെച്ചാ ചെയ്തോ. ഏതായാലും അവളുടെ വീട് വരെ ഒന്ന് പോണം. ഇനി അവിടെ ആരും നമ്മളെ തടയില്ല. ചുരുക്കി പറഞ്ഞ ജയലാലിനെക്കാളും സ്ഥാനം എനിക്കവിടെ ഉണ്ടാവും. അവരെ പോലൊരു അമ്മായിയമ്മ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് നല്ലതാ. എടാ, അത് തന്നെയാ ഞാനും പറഞ്ഞത്. എന്തായാലും നിനക്ക് 10-30 വയസ്സ് കഴിഞ്ഞു. ഇനി ആലോചിക്കാനൊന്നുമില്ല. എത്രയും പെട്ടെന്ന് കെട്ട് നടത്തണം. എന്നിട്ട് വേണം നമ്മളെ അടിമുടി നശിപ്പിച്ചവരെയൊക്കെ കെട്ടിക്കാൻ. ഇതെന്താ വെച്ചാ ബാഗൊക്കെ ആയിട്ട്? ഞാൻ പടിയിറങ്ങി. ഒരുപാട് കാലം നിങ്ങളുടെ അമ്മയുടെ പട്ടാളച്ചിട്ടയ്ക്കൊപ്പം ജീവിക്കുകയായിരുന്നു. മടുത്തടാ മക്കളെ. അച്ഛൻ പടിയടച്ച് പിണ്ടം വെക്കുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങി പടിയിറങ്ങി പോന്നു. ഗംഗേട്ടനകത്തേക്ക് വാ. വേണ്ട, ഞാനൊരു യാത്ര പുറപ്പെടുകയാ. അമ്മയെ ധിക്കരിച്ച് വീട് വിട്ടിറങ്ങാൻ അച്ഛൻ എങ്ങനെ ധൈര്യം കിട്ടി? പറയാം. അതിന് കാരണക്കാരൻ ഈ നിൽക്കുന്ന നിന്റെ അനിയനാ. ഇവൻ നട്ടല് നിവർന്ന് നിന്നപ്പോ എന്റെ നട്ടല് ഒന്ന് ഉറച്ചു. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ മുന്നും പിന്നും നോക്കണ്ടല്ലോ. പിന്നെ ഇവനെ തല്ലിയതുപോലെ എന്നെ തല്ലിയുമില്ല, പിടിച്ച് തള്ളിയുമില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കില് ഞാനവിടെ കാരണത്തൊന്ന് പൊട്ടിച്ചേനെ. അങ്ങനെ പൊട്ടിക്കുമെങ്കിലേ ആ കാരണം കൊണ്ടുപോയി കാണിച്ച് ചേട്ടനെ അവര് കോടതിക്ക് അയച്ചേനെ. എന്തായാലും അമ്മയുടെ കാരണത്ത് ഓർക്കപ്പുറത്ത് കിട്ടിയ അടിയായി അച്ഛന്റെ ഈ പ്രവൃത്തി. കുറച്ച് പഠിക്കട്ടെടാ മക്കളെ. എന്നും ഭർത്താവും മക്കളും മരുമക്കളും ഒക്കെ
അടിമകളായി ജീവിക്കില്ലെന്ന് അവൾ അറിയട്ടെ. എന്തായാലും ഗംഗേട്ടനകത്തേക്ക് വാ മോളെ. അച്ഛന്റെ ബാഗ് കൊണ്ടുപോയി അകത്തേക്ക് വെക്ക. ഹേയ് വേണ്ട വേണ്ട വേണ്ട, ഞാനിവിടെ താമസിക്കാനല്ല വന്നത്. പിന്നെ അച്ഛനെ അങ്ങോട്ട് പോവാ? കുറെ കാലമായി വിചാരിക്കുന്നതാ എല്ലാ പുണ്യക്ഷേത്രങ്ങളും ഒന്ന് സന്ദർശിക്കണമെന്ന്. ഒരു തീർത്ഥാടനമാണ് മനസ്സില്. അതിനു മുമ്പ് നിങ്ങളെയെല്ലാം ഒന്ന് കാണണമെന്ന് തോന്നി. അല്ല, പൂജമോൾ എവിടെ? അവൾ ഊട്ടി പോയിരിക്ക കുട്ടികളെ കാണാൻ. വരുമ്പോ പറയണം ഞാൻ തിരക്കിട്ട് പോയെന്ന്. ചായ കുടിച്ചിട്ട് പോവാച്ചാ? വേണ്ട മോളെ, മോള് സുഖമായിട്ട് സന്തോഷത്തോടെ ഇവനോടൊപ്പം കഴിയണം. എന്നെങ്കിലും ഞാൻ വരുമ്പോ നിങ്ങൾ സന്തോഷത്തോടെ കഴിയുന്നത് കണ്ടാൽ മതി എനിക്ക്. ഇനിയൊരിക്കലും ആ വീട്ടിലേക്ക് മോള് പോകരുത് കേട്ടോ. ഉള്ളത് പറയാമല്ലോ, ഇതുപോലൊരു പാവപ്പെട്ട പെങ്കൊച്ചിനെ കിട്ടിയിട്ടും അതിന്റെ സ്വഭാവം മനസ്സിലാക്കാതെ അതിനെ ഇടിച്ചു പിഴിയാൻ നോക്കി. അതിനുള്ള ശിക്ഷയാ രാഗത്തിന് കിട്ടിയത്. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. ദീപമോളെ നന്നായിട്ട് നോക്കണേടാ മോനെ. നിന്നോടത് പറയണമെന്നൊന്നുമില്ല, എങ്കിലും ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. എന്തായാലും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അത് നിങ്ങൾക്കൊക്കെ വേണ്ടി മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ അമ്മയുടെ സ്വഭാവം മാറണമെന്നും പ്രാർത്ഥിക്കാം. അവൾ എന്താ പറഞ്ഞത്? എത്രയൊക്കെ ആശ്വാസം കിട്ടിയാലും കാർത്തിയും സദാനന്ദൻ മുതലാളി അടങ്ങിയാലും അമ്മയും മക്കളെയും മനസമാധാനത്തോടെ ജീവിക്കാൻ വിടില്ലെന്നാ അവള് പറഞ്ഞത്. അമ്മയുടെ പേര് പറയുമ്പോ തിളക്കി അവള്. ഞാനിപ്പോ ദിയോട് അതേപ്പറ്റി സംസാരിച്ചതേ ഉള്ളൂ. അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത്. ജഗനെ ഒന്ന് കാണണം. അയാൾ എന്തിനാ കാണുന്നത്? ജഗന്റെ അടുത്താണല്ലോ രജന എന്നെ കുറിച്ചെന്തോ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമാണല്ലോ അയാൾക്ക് അവളോട് സിമ്പതി കൂടിയത്. അങ്ങനെ ഒരു സഹതാപം ഉണ്ടാവണമെങ്കിൽ ശക്തമായി എന്തോ കാരണം കാണും. ആ കാരണം തേടിയാ ഞാൻ ഇറങ്ങുന്നത്. അവള് കള്ളമാണ് പറഞ്ഞതെങ്കിൽ ജഗനെ അത് പറഞ്ഞ് മനസ്സിലാക്കണം. ഒരാൾക്ക് വെറുതെ ഒരാളോട് വൈരാഗ്യം ഉണ്ടാവോ? അതും അവളെ പോലൊരു പെൺകുട്ടിക്ക്? അത് തന്നെ എന്റെ സംശയം. അവള് പഠിക്കാൻ വളരെ ബ്രില്യന്റാ. കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും വീട്ടുജോലി ചെയ്തുമൊക്കെയാ അവള് പഠിക്കുന്നതും ജീവിക്കുന്നതും. അങ്ങനെയുള്ള ഒരുവൾ പകയും പ്രതികാരവും മനസ്സിൽ വച്ചുകൊണ്ട് നടക്കണമെങ്കിൽ അവളുടെ ഹൃദയത്തിൽ തട്ടിയ എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് വേണം കരുതാൻ. അത് എത്രയും പെട്ടെന്ന് അറിയണം അമ്മ. എന്തായാലും അമ്മ മനഃപൂർവ്വം ഒരു തെറ്റ് ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാ. മനഃപൂർവ്വം ഞാൻ ആരെയും ക്രൂശിച്ചിട്ടില്ല. പിന്നെ അറിയാതെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കണം. പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കണം. ആണിന്റെ പ്രതികാരത്തെക്കാളും കുറച്ചുകൂടി അപകടം ഉണ്ടാക്കുന്നതാ പെണ്ണിന്റെ പ്രതികാരം. അവരുടെ മനസ്സിൽ എന്തെങ്കിലും വേരുറച്ചു പോയാൽ അതങ്ങനെ തന്നെ മരണം വരെ നിലനിൽക്കും. അതെന്താണെന്ന് അറിയാനായിരിക്കും അവർ വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ അങ്ങ് പറയണം. അവരോട് എന്തിനാ ഇനി എല്ലാം മറച്ചു വയ്ക്കുന്നത്? സത്യത്തിൽ ചേച്ചിയോടല്ല, ചേച്ചിയുടെ അമ്മയോടാ എല്ലാം തുറന്നു പറയേണ്ടത്. പറയണോ? പറയണോ അണ്ണാ? അതോടെ പിന്നെ എപ്പോ വേണമെങ്കിലും അണ്ണന് ചേച്ചിയെ കാണാമല്ലോ. അവർ ഈ കേസിൽ ചിലപ്പോ നിരപരാധിയായിരിക്കും. അവരറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഒന്നും സംഭവിച്ചത്. അതൊക്കെ അവരോട് സംസാരിച്ചാലല്ലേ അറിയാൻ പറ്റൂ അണ്ണാ. എല്ലാ മനുഷ്യരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നല്ലവരാ. എന്നാൽ അവരെ വഴിതെറ്റിക്കാനായിട്ട് അവര് പോലും അറിയാതെ ചില സംഭവങ്ങൾ കടന്നു വന്നെന്ന് വരാം. എനിക്കും നിനക്കുമൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ടല്ലോ. അണ്ണാ, നമുക്ക് ഈ ഗുണ്ടാ പണിയൊക്കെ അവസാനിപ്പിച്ചിട്ട് മാനമര്യാദയായിട്ട് ജീവിച്ചാലോ? ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല. എന്നേക്കാൾ കൂടുതൽ അണ്ണനാണ് ഇപ്പൊ ചിന്തിക്കുന്നത്. ചേച്ചിയെ കല്യാണം കഴിച്ച് നല്ലൊരു കുടുംബമായിട്ട് ജീവിക്കുന്നത് അണ്ണ ഇപ്പൊ സ്വപ്നം കാണുന്നില്ല അണ്ണ? അങ്ങനെയുള്ള സ്വപ്നമൊന്നും എനിക്കില്ല. പിന്നെ ദിയെ ഇഷ്ടമാ, അത് ഞാൻ മറച്ചു വെക്കുന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ. എവിടെ സുഖമായിട്ട് ജീവിക്കാനാ? ഈ നാട്ടിലോ? ഈ നാട് പോയിട്ട് കേരളത്തിന്റെ ഏത് കോണി പോയി താമസിച്ചാലും നമ്മളെ തേടി വരാൻ ആൾക്കാരുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഈ രാജ്യം വിട്ട് പോണം. ഒരുപാട് ക്രിമിനൽ കേസിലെ പ്രതിയായതുകൊണ്ട് ഈ വിമാനയാത്രയൊന്നും പറ്റില്ല. അല്ലെങ്കിൽ തന്നെ അങ്ങനെ പേടിച്ചോടിയിട്ട് എന്താ കാര്യം? നമുക്ക് പേടിയില്ല, പക്ഷേ നമ്മുടെ കൂടെ ജീവിക്കാൻ വരുന്ന പെണ്ണിന് ആപത്തുണ്ടാവാൻ പാടില്ലല്ലോ അണ്ണ.
അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഇനി നമ്മുടെ ജീവിതത്തിൽ കല്യാണം വേണ്ടാന്ന്. ചേച്ചി അണ്ണനെ തന്നെ വേണമെന്ന് പറഞ്ഞാലോ? സ്നേഹത്തോടെ അത് നിരസിക്കും. അണ്ണനോ? ഒരു കാരണവശാലും പറ്റില്ല. കുറച്ചു ദിവസം നിങ്ങൾ രണ്ടാളും മാറി നടന്നപ്പോ തന്നെ എന്തുമാത്രം നെഞ്ചിൽ എരിച്ചിലുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും ഞാൻ അവരൊന്ന് കണ്ടിട്ട് വരാം. കല്യാണ ആലോചനയാണെങ്കിൽ വിട്ടുകളയല്ലേണ. എന്നെപ്പോലെ ഒരുത്തിനെ കൊണ്ട് അവരുടെ മോളെ കെട്ടിക്കാൻ അവരൊരിക്കലും ആഗ്രഹിക്കില്ല. അവരെന്നല്ല, മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ പെണ്ണിനെയും നമുക്ക് കിട്ടില്ലടാ. ആ പെണ്ണുങ്ങൾക്കൊക്കെ ഒരു ആപത്ത് വരുമ്പോ നമ്മൾ വേണം. നമ്മൾ ആപത്തിൽ സഹായിക്കുന്ന പെൺകുട്ടികളെല്ലാം നമുക്കൊപ്പം ജീവിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. അമ്മ എന്തിനാ ഇവളുമായിട്ട് ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് വന്നെന്ന് മാത്രമല്ല, ഇനിയുള്ള കാലം എന്റെ 2 പെൺമക്കളെ പോലെ തന്നെ ഇവളും എന്റെ മകളായിട്ട് ഇവിടെ ജീവിക്കും. ഇവളുടെ കല്യാണം കഴിയുന്നത് വരെ. അമ്മ എന്തൊക്കെയാ പറയുന്നത്? രജനെ പോലെ ഒരു പെൺകുട്ടി നിങ്ങളെയും എന്നെയൊക്കെ ശത്രുവായിട്ട് കണ്ടെങ്കിൽ അതിന് തക്കതായൊരു കാരണമുണ്ട്. എന്തു കാരണം? അതൊക്കെ നിങ്ങളോട് പറയുന്നതിന് മുമ്പ് എനിക്കൊരാളോട് ചോദിക്കാനുണ്ട്. നിങ്ങളുടെ അച്ഛനോട്. എന്നുവെച്ചാ? ജഗൻ എന്നോട് രചന പറഞ്ഞ കഥകളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. തൊട്ടടുത്ത നിമിഷം തന്നെ ഞാൻ രചനയെ പോയി കണ്ടിട്ട് കൂട്ടിക്കൊണ്ടു വരികയായിരുന്നു. എന്നെ കണ്ടപ്പോ ഒരുപാട് ദേഷ്യപ്പെടുകയും പറയാൻ പാടില്ലാത്തതൊക്കെ പറയുകയും ചെയ്തു. ആ സമയത്ത് എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ മോളോട് പറഞ്ഞു. അത് കേട്ടപ്പോ മൊത്തത്തിലൊന്ന് തണുത്തിട്ടാ എനിക്കൊപ്പം വന്നത്. ഇവള് നാക്കെടുത്ത കള്ളം മാത്രം പറയുന്നവളാ. ആണോ അല്ലയോന്ന് നമുക്ക് നോക്കാം. ഏതായാലും നിങ്ങളുടെ അച്ഛൻ വരട്ടെ. അതുവരെ രജനിയോട് ഒരക്ഷരം പോലും പറയാൻ പാടില്ല. പിന്നെ രജനിയെ പറ്റി ജഗൻ പറഞ്ഞതിൽ കുറെയൊക്കെ സത്യമുണ്ട്. ജഗൻ ആ കഥകൾ പറഞ്ഞപ്പോഴാ ഞാൻ മറന്ന ചില സംഭവങ്ങൾ ഓർത്തെടുത്തത്. രചന മോൾക്കൊപ്പം പഠിക്കുന്ന പെൺകുട്ടിയാ. പഠിക്കാൻ മിടിക്കുക. അങ്ങനെ ഒരു കുട്ടി ഈ രീതിയിൽ അധപതിച്ചെങ്കിൽ അതിനൊരിക്കലും ഞാൻ ഇനി രചനയെ കുറ്റം പറയില്ല. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദന കടിച്ചമർത്തിയ ഇത്രയും കാലം രചന ജീവിച്ചത്. നിങ്ങളൊന്നും അതിന്റെ 4-1 പോലും കഷ്ടപ്പാട് അറിഞ്ഞിട്ടില്ല. അതിനൊക്കെ കാരണക്കാരി ഞാനാണെന്ന് ചിന്തിക്കുമ്പോ എന്നെയും എന്റെ മക്കളെയും കുടുംബത്തെയും തകർക്കാൻ ഏത് പെൺകുട്ടിക്കായാലും തോന്നും. അത്രേ രചനയും ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി സംസാരമൊന്നും വേണ്ട. മുഴുവാ. അല്ല, അത് പറയട്ടെ അവിടെ എന്താ നടന്നേന്ന്. എന്റെ ഭർത്താവിന്റെ സ്വഭാവം മറ്റാരേക്കാളും എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്കത് നിഷ്പ്രയാസം പറയാൻ കഴിയും. എന്നെ കണ്ട് കരഞ്ഞു കാല് പിടിക്കാനാ ആ സ്ത്രീ വന്നത്. പക്ഷേ അവിടെ വന്നപ്പോ കണ്ടത് നിങ്ങളെയാ. എന്നെക്കൊണ്ട് കാര്യം സമ്മതിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ട് നിങ്ങൾ നളിനി എന്ന പാവ സ്ത്രീയെ എല്ലാ അർത്ഥത്തിലും കീഴ്പ്പെടുത്തി. ഇവിടെ ആ നളിനിയുടെ മകളെ ഇവള് രചന. വാ മോളെ. എന്റെ മക്കളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊരു വിചാരണ നടന്നിട്ടില്ല. എന്നാൽ ഇന്നവർ പ്രായവും പക്വതയും എത്തിയ കുട്ടികളാ. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ മനസ്സിലാവും. അതുകൊണ്ട് അവരുടെ മുന്നിൽ വെച്ച് നടന്നത് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അന്നൊരു സ്ത്രീക്ക് വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് വീട്ടിലെത്തിയ മോളുടെ അമ്മ പിന്നെന്താ മോളെ ചെയ്തത്? എന്നെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. ഞാനും അച്ഛനും വിചാരിച്ചത് മാഡത്തെ കാണാൻ വന്നിട്ട് കാര്യം നടന്നില്ല എന്നാ. അല്ലാതെ അമ്മ അന്ന് അവിടെ നടന്നു ഒന്നും പറഞ്ഞില്ല.